ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ 6 മണിക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ. അവർക്ക് 5:45 ആകുമ്പോൾ പോവും. ഭയങ്കര ഇരുട്ടാണ്. ഇവിടെ നല്ലോണം നായ്ക്കളെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ സൈക്കിളുമ്മേ ലൈറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചത്തിന്. ഓലെ പറഞ്ഞു വെച്ചാൽ പിന്നെ ആദ്യത്തെ പണി അടുക്കളയിലേക്ക് വരവാണ്. പിന്നെ അടുക്കളയിലത്തെ പണികൾ തുടങ്ങും. അപ്പോൾ കണ്ടില്ലേ, ജനൽ തുറക്കുമ്പോഴത്തേന് ജനലുമ്മേ പല്ലിയ. ഇവിടെ ഒരുപാട് പല്ലികളെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊടിയാണെങ്കിൽ കഴിയുകയും ചെയ്തുക്കണു. ഈ പൊടി ഫുള്ള് എടുത്താൽ നമുക്കിന്ന് പുട്ടുണ്ടാക്കാം. ഇന്നത്തെ പുട്ടിനുള്ള കറക്റ്റ് ആയിരിക്കും ഈ പൊടി. ഫുള്ള് കൊട്ടിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക, പിന്നെ വാങ്ങാം. അരി കഴുകി ഉണക്കിയിട്ട് പൊടിക്കലാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ മഴയാവുകൊണ്ട് ഉണങ്ങൂലല്ലോ, അപ്പോൾ പൊടി വാങ്ങലാണ്. ചോറ് അരച്ചതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പുട്ടിന് പൊടി കുഴക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കണത്. സാധാരണ ഞാൻ പൊടിയിൽ ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴക്കാട്ട ചെയ്യൽ. ഇതിപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. ഇങ്ങനെ ചോറും കൂടി അരച്ച് ചേർത്താൽ നല്ല സോഫ്റ്റായി കിട്ടും, പുട്ടുപൊടി പോലെ ആവും എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ചായ കുട്ടികൾ മദ്രസയിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചുക്കണു. ഇനി പുട്ടും കുറ്റികൾക്ക് തേങ്ങ ഇടുക, പിന്നെ പൊടി ഇടുക, പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെയും പൊടി ഇടുക. അതൊക്കെ തന്നെയല്ലേ പുട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണല്ലോ അല്ലേ. അപ്പോൾ പുട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി കയ്പ്പക്ക ഉപ്പേരി ഉണ്ടാക്കാൻ കുക്കറിൽ കയ്പ്പക്ക ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിക്കുക. ഈ സ്റ്റൗവിൻ്റെ നടുഭാഗത്ത് കത്തിക്കണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനൊക്കെ എന്നും പുറത്ത് കത്തിച്ചിരുന്നു. പിന്നെയാണ് ഞാനൊരു വീഡിയോ കണ്ടത്, അതിൻ്റെ നടുവിൽ കത്തിക്കണം, പുറത്തു കൂടി കത്തിച്ചാൽ അപകടമാണെന്ന്. അങ്ങനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യൽ കേട്ടോ. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, കുമ്പളങ്ങക്കറിക്കുള്ള കേട്ടോ. അപ്പോൾ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞ് നമുക്ക് നുറുക്കിയെടുക്കാം. മോരുണ്ടെങ്കിൽ ഞാൻ മോര് പാർന്നിട്ടാണ് കേട്ടോ കുമ്പളങ്ങക്കറി വെക്കൽ. ഇപ്പോൾ മോരില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുളി പാരുന്നത് കേട്ടോ. ഒരു തക്കാളിൻ്റെ പകുതിയും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. കഴുകിയതിന് ശേഷമാണ് കേട്ടോ കുമ്പളങ്ങ അരിയണത്. എല്ലാ പച്ചക്കറിയും നുറുക്കിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യണില്ല കേട്ടോ. നല്ലോണം കഴുകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് നുറുക്കിയിട്ട് നമുക്ക് വെക്കാം. ഒരു തക്കാളി ഫുള്ളായിട്ട് ഞാനിതിലിടലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തക്കാളിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ പാകത്തിന് ഉപയോഗിക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ്. പുട്ടുണ്ടാക്കൽ കഴിയാനായിട്ടോ. ലാസ്റ്റത്തെ കുറ്റിയാണിത്. ഇതും കൂടി കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞു. കയ്പ്പക്ക 2 വിസിലടിച്ചപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം തുറന്നു നോക്കാം. എല്ലാ ദിവസവും രാവിലെ കടി ഉണ്ടാക്കൽ ഒരു ടാസ്ക്കാണല്ലേ നമുക്ക്. ഇന്ന് എന്ത് കടി ഉണ്ടാക്കും എന്നുള്ള ചിന്തയോടെ ഞാനൊക്കെ നീച്ച് വരൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു കേട്ടോ. എനിക്ക് ഒഴിവിനനുസരിച്ച് ഞാനിങ്ങനെ ഇവിടെ അടിക്കും. എനിക്ക് എത്തുന്ന ഭാഗങ്ങളിൽ ഞാൻ തന്നെ പെയിൻ്റ് അടിക്കലാണ് കേട്ടോ. ചുമരൊക്കെ നല്ലോണം ചളിയായിരുന്നു. ആദ്യം റൂമിലൊന്ന് പെയിൻ്റ് അടിച്ച് നോക്കിയതാണ്. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ടോ. റൂം വൃത്തിയായി കണ്ടപ്പോൾ പിന്നെ ഹാളടിച്ചു. അങ്ങനെ എല്ലായിടത്തും കുറേശ്ശെ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇനി ഒരു റൂമും അടുക്കളയും ഒക്കെ ഉണ്ട്. കട്ടിലുകളുമ്പോൾ കൂടെ കഴിക്കണു, പിന്നെ അതും ശരിയാക്കണം. മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്, വെള്ളത്തിലിട്ട് വെക്കട്ടെ. കയ്പ്പക്ക വെന്തു കേട്ടോ. ഇനി അത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ആ കുക്കറിൽ തന്നെ കുമ്പളങ്ങ കറി ഉണ്ടാക്കാം. കുമ്പളങ്ങയും തക്കാളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഈ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 4-5 വിസിലടുപ്പിക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കുക. 5 വിസിലടിച്ചാൽ നല്ലോണം വേവും. തേങ്ങയിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരക്കുക കേട്ടോ. ഇനി ദാശമന ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കണം. പിന്നെ ഇതാ ചോറ് അടുപ്പത്ത് ഇടാൻ തീ കത്തിച്ചു. അപ്പത്തിന് നമ്മൾ ദാശമനി വെള്ളം തിളച്ചു. ഇതിൻ്റെ പ്ലഗ് ഊരിയിട്ട് വേണം കേട്ടോ മിക്സിൻ്റെ പ്ലഗ് ഓണാക്കാൻ.
രണ്ടിനും കൂടി ഒരു പ്ലഗേ ഉള്ളൂ. കയ്പ്പൊക്കെ തൂമിക്കാനുള്ള ഉള്ളി ഇമ്മ അരിയുന്നുണ്ട്. പിന്നെ ഇവിടെ ചാറ് വെന്തു. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് വരട്ടെ. തേങ്ങ വാർന്നിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ അരി തീമടാൻ നിന്നു. അതിൻ്റെ ഇടയിൽ കണ്ടോ ചാറൊക്കെ തിളച്ച് പോയി. നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ തിളക്കന്നല്ല കേട്ടോ. പിന്നെ കണ്ണ് തെറ്റിയ ഇതാണ് അവസ്ഥ. ഞാൻ പാലടുപ്പത്ത് വെച്ചാലും ഇങ്ങനെ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ യൂണിഫോം ഇസ്തിരി ഇടുകയാണ്. അതിനാണെങ്കിലോ കോഡ് വയറൊക്കെ വലിച്ചൂരി അത് കുത്തി കൊടുത്തിട്ടൊക്കെ വേണം ഇസ്തിരി ഇടാൻ കേട്ടോ. നല്ല റിസ്ക്കാണ്. പിന്നെ ഇപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ ഇടണല്ലേ. ഇത് സ്കൂളുള്ള ദിവസം മാത്രമുള്ള പണിയാട്ടോ, അല്ലാത്ത ദിവസമൊന്നും ഇസ്തിരി ഇടാനൊന്നും ഉണ്ടാവില്ലല്ലോ. സ്കൂളുള്ള ദിവസം ഒന്നിനും ഒഴിവുണ്ടാവില്ല, ഭയങ്കര തിരക്കാണ്, പണികളൊന്നും ഒരുങ്ങൂല. പിന്നെ വീഡിയോ എടുക്കലും കൂടി ആയപ്പോൾ തീരെയും പണികൾ ഒരുങ്ങാതായിട്ടോ. ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലും പിന്നെ എഡിറ്റിങ്ങും ഒക്കെ പണികൾ തന്നെയല്ലേ. എന്നാലും നമ്മളെ പണികൾ നമ്മൾ സന്തോഷത്തോടെ ചെയ്താൽ അതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല കേട്ടോ. പിന്നെ പണികൾ എടുക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. വെറുതെ ഇരുന്ന് തടി കൂടണിലേറെ എത്രയും നല്ലതല്ലേ നമുക്ക് നമ്മളെ പണികൾ സന്തോഷത്തോടെ ചെയ്യുക. അപ്പോൾ നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും വന്ന് ചെയ്ത് തരൂലല്ലോ. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് നമ്മളെ പണികൾ സുഖമായിട്ട് എടുക്കാം കേട്ടോ. മക്കൾ പറയും കേട്ടോ, ഞാൻ ഇസ്തിരി ഇട്ടോളാം എൻ്റെ കുപ്പായം എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ സമ്മതിക്കാനിട്ടാണ് കേട്ടോ, കറണ്ടുമുള്ള കളിയല്ലേ, ഷോക്കടിക്കുക പൊള്ളേ ചെയ്താലോ വിചാരിച്ചിട്ട് ഞാൻ അയക്കൂല കേട്ടോ. എത്ര സമയമില്ലെങ്കിലും ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും. അതുമാത്രമല്ല തുണി ഉരുകിയാലും കഴിഞ്ഞില്ലേ. ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഓല് വന്ന് ചോദിക്കൂട്ടോ, ഞാൻ സഹായിക്കണോ, ഞാൻ ഉണ്ടാക്കാം കൂട്ടാൻ എന്നൊക്കെ പറയട്ടോ. സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ വേണ്ട അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഇസ്തിരിയിടൽ കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മ കയ്പ്പൊക്കെ തൂമിച്ച് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചോറ് തിളക്കണുള്ളൂ. ഇത് തിളച്ച് കിട്ടാൻ നല്ല പണിയാട്ടോ ഈ അടുപ്പിൽ. പക്ഷെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നുണ്ട് വേവാൻ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, അത് നമ്മളെ കുമ്പളങ്ങ കറിക്ക് പാരുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതവിടെ അടച്ച് വെക്കുക കേട്ടോ. തേങ്ങ തിളച്ച് പോയതൊക്കെ കുക്കറുമ്മ കൂടി ആയിക്കണം, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. തേങ്ങ തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ തീ ഓഫാക്കണതാ കേട്ടോ. ആ കറിയാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരവസ്ഥയിലായത്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. വൃത്തികേടായി, ഇവിടെയൊക്കെ പണിയായി എന്ന് മാത്രം. പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാര കഴിഞ്ഞിരുന്നു, അപ്പോൾ മറ്റേതൊന്ന് ഇതൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. ഇങ്ങനെ വലിയൊരു പാത്രത്തിലാക്കി വെക്കും, എന്നിട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക കേട്ടോ ചെയ്യുക. ഇനി മത്തി കഴുകി വരഞ്ഞ് വെച്ചിരുന്നു, അതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നമ്മളെന്നും ഇങ്ങനെ തന്നെ കേട്ടോ പൊരിക്കൽ. അത് കഴിഞ്ഞപ്പോഴത്തേന് ചോറ് വെന്തു. അപ്പം ഇനി ചോറ് ഊറ്റാൻ നിൽക്കുകയാണ്. ഇനി വീതനി റേക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അങ്ങനെ ചോറായി, കറിയായി, ഉപ്പേരിയായി, മീൻ മസാല പുരട്ടി വെക്കുകയും ചെയ്തു. പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കലും കഴിഞ്ഞു. ഇനി അടിച്ചോരി തുടക്കാനും തിരുമ്പാനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനും ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ കുളിയും കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഇരിക്കാം. ചട്ടിയും പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി വെച്ചിരുന്നു കേട്ടോ, അതിലത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇനി അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കിയിടാം. ചോറും കൂട്ടാനും ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങൾ കഴുകാനുണ്ട്, ഇനി അത് കഴുകി വെക്കണം. അപ്പോൾ നമ്മളെ ചാനലിൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്ര പെട്ടെന്ന് 5K സബ്സ്ക്രൈബ് ആയത്. ഒരു മാസം ആവണുള്ളൂ കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഒരു മാസം ആവണതിൻ്റെ മുന്നേ 5K സബ്സ്ക്രൈബ് ആയില്ലേ, അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ.
ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടവും വൃത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഒരു പണിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, മീൻ പൊരിക്കണ പണി. ഇനി അതും കൂടി കഴിഞ്ഞാലേ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പത്തിന് കാക്കു പണിക്ക് പോയി വന്നതാട്ടോ. സാധനങ്ങൾ കൊടുന്നിക്കുകയാണ്. ഇനി അതൊക്കെ ഒരു ഭാഗത്താക്കണം. ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്. അത് കുട്ടികൾക്ക് മദ്രസക്ക് പോകുമ്പോൾ കൊടുക്കാനാട്ടോ. എന്തായാലും വെറും ചായ കുടിച്ചിട്ടല്ലേ പോവുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ അരിപ്പൊടി, നാരങ്ങാച്ചാർ, ഉപ്പ്, പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞ സാധനങ്ങളൊക്കെ കൊടുന്നിക്കാം കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ, പാൽ കേക്ക്. അതൊക്കെ ഒരു ഭാഗത്താക്കി. ഇനി മീൻ പൊരിക്കട്ടെ കേട്ടോ. ഇത് ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് കേട്ടോ ഞാൻ മീൻ പൊരിക്കണത്. തവിടെണ്ണ ഇട്ടത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നടുവിൽ എണ്ണ നിൽക്കാതെ 4 പുറത്തേക്കും സൈഡിൽ കൂടെ ഒക്കെ എണ്ണ ആവും. നടുവിൽ ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ചട്ടിയാണ്. അപ്പോൾ മീനും അടുപ്പത്ത് വെച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.